ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇവിടെ എന്ത് തിരക്കെന്നറിയോ? ഫോട്ടോഷൂട്ടിന് വന്നിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഇവിടെ അങ്ങനെ കാണാൻ കഴിയും. ഇതാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൽക്കട്ടയിലെ ഹൗറ ബ്രിഡ്ജ്. ഹലോ, അപ്പൊ നമ്മള് കൽക്കട്ടയ്ക്ക് പോന്നിരിക്കാണ്. ഇനി കൽക്കട്ടയിലെ വിശേഷങ്ങൾ കാണാം. ഇന്നലെ രാത്രിയാണ് ബസ്, ഡാർജിലിംഗിൽ നിന്ന് ബസ് കയറിയത്. രാവിലെ അവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ പുലർച്ചെ 6 മണിയാണ്. ഇതാണ് കൽക്കട്ട ടൗൺ ബസ് സ്റ്റേഷനാണ്. ഇതാണ് കൽക്കട്ട സിറ്റി. കൽക്കട്ട സിറ്റി മോർണിംഗിലെ വിശേഷങ്ങളാണ്. രാവിലെ കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മള് ഡാർജിലിംഗിൽ ബസ് വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഗൈസ്, അപ്പൊ നമ്മൾ തെണ്ടി തിരിഞ്ഞിട്ട് കൽക്കട്ടയ്ക്ക് എത്തിയിരിക്കുകയാണ് അവസാനം. ഇത് ഈ ട്രിപ്പിന്റെ അവസാനത്തെ എപ്പിസോഡ്സുകളാണ്. അപ്പോൾ ഇനി കൽക്കട്ടയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ക്ലോക്കിൽ കണ്ടില്ലേ, ടൈം ഇപ്പൊ 6:20 സമയം. അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളും. അപ്പം ഞങ്ങള് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒന്ന് ഫ്രഷ് അപ്പിന് വേണ്ടി മാത്രം ഞങ്ങൾ റൂം എടുത്തു. അപ്പോൾ വൈകിട്ട് തിരിച്ചു പോകാനുള്ളതാണ് നാട്ടിലേക്ക്. അപ്പോൾ ഒരു ദിവസമാണ് ഇവിടുത്തെ പ്ലാന് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫ്രഷ് അപ്പായിട്ട് പുറത്ത് ഹൗറ ബ്രിഡ്ജൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ടാക്സി ഒരു അത്ഭുതമല്ലേ ഇവിടെ വന്നവർക്ക്. നമ്മളെ നാട്ടിലൊന്നും കാണാത്തൊരു ടാക്സി അല്ലേ, മഞ്ഞ കളറുള്ള അംബാസിഡർ കാറ്, പഴയ അംബാസിഡർ കാറ്. അപ്പം അതിൽ കയറിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം അതിൽ കയറി ഞങ്ങള് ഹൗറ ബ്രിഡ്ജിൻ്റെ ഒക്കെ അടുത്താണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുന്നിൽ ഇവർ രണ്ടാളാണ് ഇരിക്കുന്നത്. ഞങ്ങള് ബാക്കിലെ സീറ്റിലാണ് ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ സങ്കടമൊന്നുമില്ല, ഞങ്ങള് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ നിമിഷം എൻജോയ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൽക്കട്ടയിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ അംബാസിഡർ കാറിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അവസാനം ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. മൊത്തം ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലാണിത്. ഹൗറ ബ്രിഡ്ജ് എന്നും രവീന്ദ്ര സേതു എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൽക്കട്ടയിലെ ഹൗറ ബ്രിഡ്ജ്. 1942 പണി പൂർത്തിയാക്കിയ ഈ പാലം 1943 ഫെബ്രുവരി 3 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. 1965 ഈ പാലം രവീന്ദ്ര സേതു എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ അടുത്ത് നമ്മൾ പോകുന്നത് ഹൗറ ബ്രിഡ്ജിന് തൊട്ട് താഴെ ഉള്ള പ്രവർത്തിക്കുന്ന ഒരു ഫ്ലവർ മാർക്കറ്റാണ്. വലിയ ഹോൾസെയിൽ മാർക്കറ്റാണത്. ഇതാണ് ഫ്ലവർ മാർക്കറ്റ്. ഒരുപാട് ഫ്ലവേഴ്സ്. ഇതാണ് കൽക്കട്ട നഗരത്തിലെ ഫ്ലവർ മാർക്കറ്റ്. എൻ്റെ പുറകില് കാണുന്നതാണ്. ഇതാണ് ഫ്ലവർ മാർക്കറ്റ്.
ഭയങ്കര തിരക്കാണ്. ഒരുപാട് ഹോൾസെയിൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. രാവിലെ പുലർച്ചെ തുടങ്ങുന്ന തിരക്കാണ്. ഹൈ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പല സ്ഥലങ്ങൾക്കും ഫോട്ടോ. ഇത് കോർത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റിലാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇവിടെ എന്ത് തിരക്കാന്നറിയോ? എല്ലാവരും ഭയങ്കര ബിസിയിലാണ്. അവരുടെ ബിസിനസ് കാര്യത്തിൽ ഭയങ്കര ബിസിയിലാണ്. ഇത് ഇവിടെ കൽക്കട്ടയില് മിദ്നാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഒറീസയ്ക്കും ബീഹാർക്കും ഇവിടുത്തെ അയൽ സംസ്ഥാനങ്ങൾക്ക് മുഴുവനും ഫ്ലവേഴ്സ് പൂജ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും മറ്റേ വിവാഹ ആവശ്യങ്ങൾക്കും കല്യാണ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ഇവര് ഇവിടുത്തെ ഈ നോർത്തിലൊക്കെ പൊതുവെ കല്യാണത്തിനൊക്കെ ഭയങ്കര ഫ്ലവർ വെച്ച് അലങ്കരിച്ചിട്ടാണ് കല്യാണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇവര് എക്സ്പോർട്ട് ചെയ്യാണ് ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അമ്മച്ചികളും എല്ലാവരും കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതൊക്കെ അവര് സെറ്റ് ചെയ്തിട്ട്. ഇത് പ്ലാസ്റ്റിക്കിന്റെ പോലെ ഉണ്ട് കാണുമ്പോ, പക്ഷെ ഇത് ഫ്ലവറാണ്. ഇത് ഒറിജിനൽ ഫ്ലവറാണ്. ഇത് കണ്ട പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു. ഹൗറ ബ്രിഡ്ജിന്റെ തൊട്ട താഴെയാണ് മാർക്കറ്റ് വരുന്നത്. ഇത് ഹൗറ ബ്രിഡ്ജിന് താഴെ ഹുഗ്ലി നദിയുടെ തീരത്ത് നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടിനായിട്ടുള്ള നവദമ്പതിമാർ വന്നിട്ടുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വന്നിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഇവിടെ അങ്ങനെ കാണാൻ കഴിയും, ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും സേവ് ദ ഡേറ്റ് എടുക്കുന്നതൊക്കെ ആയിട്ട്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലം. ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ്. ഇത് അവിടെ ഒക്കെ ഫോട്ടോഷൂട്ടാണല്ലോ. ഉണ്ടോ ഇവിടെ? ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടാ. നദിക്കരയിൽ കുറെ പേര് കുളിക്കുന്നുണ്ട്. ഇത് അവരൊക്കെ ഫോട്ടോഷൂട്ടാണ്. ഇവിടൊക്കെ ഫോട്ടോഷൂട്ടാണ്. നമ്മുടെ ഹൗറ നദിയുടെ ഇവിടെ നല്ലൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഫോട്ടോഷൂട്ടിന് പറ്റിയ. എത്രയൊക്കെ നമ്മുടെ ഇന്ത്യ ഡെവലപ്മെന്റ് ആയി എന്ന് പറഞ്ഞാലും ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു ഇന്ത്യയെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്ര മലിനീകരണപ്പെട്ടിട്ടുള്ള ഒരു നദിയുടെ തീരത്ത് കൂടി ഒന്നുമില്ലാത്ത, വീടും ഇല്ലാത്ത കുറേ ജനങ്ങൾ ജീവിക്കുന്നത് കാണാം. പച്ചയായ ജീവിതം കാണാം. ഒരൽപ്പം നാണക്കേടോടു കൂടിയും അതിലുപരി സങ്കടത്തോടു കൂടിയും ഞങ്ങൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഹുഗ്ലി നദിയോടും ഹൗറ ബ്രിഡ്ജിനോടും യാത്ര പറഞ്ഞ്